പ്രിയ സഹോദരീ സഹോദരന്മാരെ, സ്വർഗത്തിന് ഒരു പ്രവേശന കവാടമുണ്ടെങ്കിൽ അത് അംഗങ്ങൾക്ക് മാത്രം എന്ന് പറയുമോ? അല്ലെങ്കിൽ അതിലും മോശമായി കൊളോണിയൽ ഇന്ത്യയിൽ ഒരിക്കൽ കണ്ടിരുന്ന ക്രൂരമായ അടയാളങ്ങളെ ഒഴിവാക്കുകയും താഴ്ത്തുകയും അപമാനിക്കുകയും ചെയ്ത അടയാളങ്ങളെ അത് പ്രതിധ്വനിപ്പിക്കുമോ? ഒരു കഥ പങ്കുവെക്കട്ടെ. 1940കളിൽ നാഗ്പൂരിലെ ഒരു പെൺകുട്ടിയായ ലീലതായി ചിറ്റാലെ ഒരു ബ്രിട്ടീഷ് ഹോട്ടലിന് പുറത്ത് അത്തരമൊരു അടയാളത്തിന് മുന്നിൽ നിന്നു. വർഷങ്ങൾക്ക് ശേഷം അവൾ പറഞ്ഞു, ഇത് എനിക്ക് ഒരു അപമാനം മാത്രമായിരുന്നില്ല, അത് ഓരോ ഇന്ത്യക്കാരനും നമ്മുടെ അന്തസ്സിനും നമ്മുടെ മനുഷ്യത്വത്തിനും ഒരു അപമാനമായിരുന്നു. എന്തുതന്നെയായാലും എനിക്ക് പോരാടണമെന്ന് എനിക്കറിയാമായിരുന്നു. ഒഴിവാക്കലിന്റെ ആ മുറിവ് അവളുടെ വഴിത്തിരിവായി. ആശ്വാസത്തിനു പകരം അവൾ ധൈര്യം തിരഞ്ഞെടുത്തു. തിരസ്കരണത്തിന്റെ കുത്ത് നീതിയോടുള്ള ആജീവനാന്ത പ്രതിബദ്ധതയായി മാറി. എന്റെ സുഹൃത്തുക്കളെ, ഇന്നത്തെ സുവിശേഷത്തിൽ യേശു നമ്മെ വിളിക്കുന്ന പരിവർത്തനമാണിത്. ആളുകളെ അകറ്റി നിർത്തുന്ന മനുഷ്യ കവാടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇടുങ്ങിയ വാതിൽ എല്ലാവർക്കുമായി തുറന്നിരിക്കുന്നു. പക്ഷേ അതിന് നമ്മുടെ ഉള്ളിൽ മാറ്റം ആവശ്യമാണ്. യേശു പറയുന്നു, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുക. നാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വീതിയുള്ളതാണ്, എന്നാൽ ജീവിതത്തിലേക്ക് നയിക്കുന്ന വഴി ഇടുങ്ങിയതാണ്. ഇനി ഇത് കേൾക്കൂ. വംശം, ജാതി, പദവി എന്നിവ കാരണം ഇടുങ്ങിയ വാതിൽ നമ്മെ ഒഴിവാക്കുന്നില്ല. ദൈവരാജ്യത്തിൽ ഉൾപ്പെടാത്തതിനെ മാത്രമേ അത് ഒഴിവാക്കുന്നുള്ളൂ. അതിനാൽ വിമാനത്താവളത്തിലെ ചെക്കിന്നിലെ യാത്രക്കാരെപ്പോലെ നാം പ്രകാശത്താൽ സഞ്ചരിക്കണം. അഹങ്കാരത്തിന് കടന്നുപോകാൻ കഴിയില്ല, വിനയത്തിന് മാത്രമേ കടന്നുപോകാൻ കഴിയൂ. വിധിക്ക് കടന്നുപോകാൻ കഴിയില്ല, കരുണയ്ക്ക് മാത്രമേ കടന്നുപോകാൻ കഴിയൂ. ആശ്വാസത്തിന് കടന്നുപോകാൻ കഴിയില്ല, ധൈര്യത്തിന് മാത്രമേ കടന്നുപോകാൻ കഴിയൂ. നിയന്ത്രണത്തിന് കടന്നുപോകാൻ കഴിയില്ല, വിശ്വാസത്തിന് മാത്രമേ കഴിയൂ. ഇവിടെ വിരോധാഭാസം ഇതാണ്. കവാടം ഇടുങ്ങിയതാണ്, പക്ഷേ അതിനപ്പുറമുള്ള കൃപ വിശാലമാണ്. ഒരു കൊക്കൂൺ പോലെ അത് പരിമിതപ്പെടുത്തുന്നതായി തോന്നുന്നു, പക്ഷേ അത് പരിവർത്തനത്തിന്റെ സ്ഥലമാണ്. കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ പറഞ്ഞതുപോലെ, ദൈവമല്ല ചെറുത്, വളരേണ്ടത് നമ്മുടെ ഹൃദയങ്ങളാണ്. മനുഷ്യന്റെ അന്തസ്സിനെ ഒഴിവാക്കുകയും കുറയ്ക്കുകയും ചെയ്യുന്ന വാതിലുകൾ ചരിത്രം നമുക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ ദൈവത്തിന്റെ കവാടം വ്യത്യസ്തമാണ്. അവന്റെ മേശയിൽ അനുവദനീയമല്ല എന്നൊന്നില്ല, ക്ഷണം മാത്രമേയുള്ളൂ. രൂപാന്തരപ്പെടുത്തുന്ന ഒരു ക്ഷണം. ബി.ആർ. അംബേദ്കർ ഒരിക്കൽ പറഞ്ഞു, ഒരു വംശത്തെയും അതിന്റെ ആത്മാഭിമാനം നശിപ്പിച്ചുകൊണ്ട് ഉയർത്താൻ കഴിയില്ല. അടിച്ചമർത്തപ്പെട്ടവരെ ഉയർത്തണമെങ്കിൽ നിങ്ങൾ അവരെ സ്വതന്ത്ര പൗരന്മാരായി കണക്കാക്കണം. അവരുടെ വിധി രൂപപ്പെടുത്താൻ സ്വതന്ത്രരായിരിക്കണം. ക്രിസ്തുവിൽ സമാനമായ ഒരു ആഹ്വാനം നാം കേൾക്കുന്നു. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ തീർച്ചയായും സ്വതന്ത്രരാകും. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇടുങ്ങിയ വാതിലിലൂടെ കടന്നുപോകാൻ നിങ്ങളും ഞാനും എന്താണ് ഉപേക്ഷിക്കേണ്ടത്? നമ്മുടെ അഭിമാനം, നമ്മുടെ വിധി, നമ്മുടെ ആശ്വാസം, നമ്മുടെ നിയന്ത്രണത്തിന്റെ ആവശ്യകത. നമുക്ക് എവിടെയാണ് ധൈര്യം വേണ്ടത്? നമുക്ക് എങ്ങനെ കരുണ കാണിക്കാൻ കഴിയും? ക്രിസ്തുവിനെ അനുഗമിക്കാൻ നമുക്ക് വേണ്ടത്ര വിശ്വാസമുണ്ടോ? എന്നാൽ ഓർമ്മിക്കുക, ഈ യാത്ര ഏകാന്തമല്ല. ദൈവജനമായി നമ്മൾ ഒരുമിച്ച് നടക്കുന്നു. ഒരാൾ ഇടറുമ്പോൾ മറ്റൊരാൾ കൈനീട്ടുന്നു. ഒരാൾ സംശയിക്കുമ്പോൾ മറ്റൊരാൾ പ്രത്യാശ നൽകുന്നു. ഇതാണ് ക്രിസ്തീയ സമൂഹത്തിന്റെ സൗന്ദര്യം. യാത്ര ദൈനംദിനമാണ്. ഓരോ പ്രഭാതത്തിലും അഹങ്കാരവും സ്വാർത്ഥതയും മാറ്റിവെക്കാൻ നമ്മെ ക്ഷണിക്കുന്നു. ഓരോ പ്രഭാതത്തിലും നീരസത്തിനു പകരം സ്നേഹവും കയ്പിനു പകരം ക്ഷമയും തിരഞ്ഞെടുക്കാൻ നമ്മെ വിളിക്കുന്നു. പതുക്കെ, ദിവസം തോറും ഒഴിവാക്കലിന്റെ ഒരു ലോകം അനുകമ്പയുടെ ഒരു ലോകത്തിലേക്ക് വഴിമാറുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ആർക്കാണ് നിങ്ങളിലൂടെ ക്രിസ്തുവിന്റെ സ്വാഗതം അനുഭവിക്കേണ്ടത്? ക്ഷമിക്കേണ്ട ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ അവഗണിച്ച ഒരു അയൽക്കാരനോ? നിങ്ങൾക്ക് സുഖപ്പെടുത്താൻ കഴിയുന്ന ഒരു മുറിവോ? നമ്മൾ കാവൽക്കാർ എന്നല്ല, മറിച്ച് ആത്മാവിന്റെ ഉദാരതയോടെ വാതിലുകൾ വിസ്തൃതമാക്കുന്ന ആളുകളായി അറിയപ്പെടാം. ഇടുങ്ങിയ വാതിലിനപ്പുറം തടവറയല്ല, മറിച്ച് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വിശാലതയാണ്. ദുഃഖം സന്തോഷമായി മാറുകയും മരണം ജീവിതം വിഴുങ്ങുകയും ചെയ്യുന്ന പുനരുത്ഥാനത്തിൽ കാണിക്കുന്ന ഒരു സ്നേഹം. ഒരു ദിവസം എല്ലാറ്റിലും ഏറ്റവും മനോഹരമായ വാക്കുകൾ നമുക്ക് കേൾക്കാം. എനിക്ക് നിങ്ങളെ അറിയാം. അകത്തേക്ക് വരൂ. സഹോദരീ സഹോദരന്മാരെ, വാതിൽ ഇടുങ്ങിയതാണ്, എന്നാൽ ക്രിസ്തുവിന്റെ കരങ്ങൾ വിശാലമാണ്. ആമേൻ. I would like to travel over the whole earth to preach your name and to plant your glorious cross on infidel soil. But one mission alone would not be enough for me. I would want to preach the gospel in all 5 continents simultaneously, even to the most remote islands.